ഹായ് ഗൈസ്, കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു സാംസങ് ഗാലക്സി S21FE ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വേറെ ഏത് സാംസങ് ഫോൺ ആയിക്കോട്ടെ ഇതിലെങ്ങനെയാണ് നമ്മൾ ഒഫീഷ്യൽ ആപ്പ് ലോക്ക് ഇടാന്ന്. അപ്പോൾ ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടി. ആ ഐഡിയ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒഫീഷ്യലി ഒരു ആപ്പ് ലോക്ക് ഇടുക എന്ന് സാംസങ് ഗാലക്സി S21FEയിൽ പറഞ്ഞു തരാൻ പോണത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ സാംസങ് ഗാലക്സി S21FE ആയിക്കോട്ടെ ഇല്ലെങ്കിൽ സാംസങ്ങിൻ്റെ വേറെ ഏതെങ്കിലും ഫോൺ ആയിക്കോട്ടെ, അതിൽ ആദ്യം തന്നെ നിങ്ങൾ സെക്യൂർ ഫോൾഡർ സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെക്യൂർ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിൻ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലസ് സൈൻ ഉണ്ടല്ലോ, പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഓൾറെഡി ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഹോം സ്ക്രീനിലോ ഇല്ലെങ്കിൽ ആപ്പ് ഡ്രോയറിലോ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ആദ്യം അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഈ സെക്യൂർ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ്, ഇൻസ്റ്റഗ്രാം ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതേമാതിരി നിങ്ങൾക്ക് എത്ര ആപ്ലിക്കേഷൻ വേണം അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞു, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ സെക്യൂർ ഫോൾഡറിലാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നത്. സെക്യൂർ ഫോൾഡറിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇപ്പോൾ പേടിഎം ഇൻസ്റ്റാൾഡാണ്, ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾഡാണ്. ഇപ്പോൾ എൻ്റെ ആപ്പ് ഡ്രോയറിലായിക്കോട്ടെ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റഗ്രാമും പേടിഎമ്മും എനിക്ക് കാണാനില്ല. അപ്പോൾ സെക്യൂർ ഫോൾഡർ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിംഗർ പ്രിൻ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഓട്ടോ ലോക്ക് സെക്യൂർ ഫോൾഡർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഡീഫോൾട്ടായിട്ട് വെൻ സ്ക്രീൻ ടേൺസ് ഓഫ് എന്ന് പറഞ്ഞിട്ടാവും സെലക്റ്റഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഈച്ച് ടൈം ഐ ലീവ് ആൻ ആപ്പിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ 3 ഡോട്ടിലേക്ക് പോവുക. ഈ 3 ഡോട്ടിലേക്ക് പോയിട്ട് കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. കസ്റ്റമൈസിൽ ഓപ്ഷൻ പോയിട്ട് നമുക്ക് സെക്യൂർ ഫോൾഡറിൻ്റെ പേര് മാറ്റണമെങ്കിൽ പേര് മാറ്റാൻ പറ്റും. പിന്നെ കളറ്, സെക്യൂർ ഫോൾഡറിൻ്റെ കളർ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. പിന്നെ ഐക്കൺസ്, ഇപ്പോൾ ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഐക്കണാണ്, കീൻ്റെ ഐക്കൺ. ഇത് കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ ആപ്ലിക്കേഷനാണ് എനിക്ക് ലോക്ക് ചെയ്യേണ്ടത്, മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇതിപ്പോൾ ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക, ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ ആഡ് കൊടുക്കുക. അതേമാതിരി പേടിഎമ്മും ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കുക. ഹോം സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഓർമ്മ വയ്ക്കണം, ആ ആപ്ലിക്കേഷൻ ഓൾറെഡി നിങ്ങളുടെ ആപ്പ് ഡ്രോയറിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ സെക്യൂർ ഫോൾഡറിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഹോം സ്ക്രീനിൽ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇൻസ്റ്റഗ്രാം പേടിഎം ഒക്കെ ഹോം സ്ക്രീനിൽ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് ഫിംഗർ പ്രിൻറ്റ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ പാസ്വേഡ് ഇട്ടിട്ട് വേണം അത് തുറക്കണമെങ്കിൽ. അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് സാംസങ്ങിൻ്റെ ആപ്പ് ലോക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്